സൗദിയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കും. തുടർ നടപടികൾ പൂർത്തിയാക്കിയ റഹീമിനെ ഉടൻ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും സഹായ സമിതിയും. കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടർ നടപടികൾ പൂർത്തിയാക്കി അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുടുംബവും അതോടൊപ്പം തന്നെ അബ്ദുൾ റഹീം സഹായ സമിതിയുടെ പ്രവർത്തകരും ഉള്ളത്. എന്ത് തന്നെയാണെങ്കിലും അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കഴിയുകയാണ്. അതിനുശേഷമുള്ള തുടർ നടപടികൾ ഏത് നിലയ്ക്കായിരിക്കും, എപ്പോഴത്തേക്ക് അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റഹീമിനെ സംബന്ധിച്ചിടത്തോളം 20 വർഷം പൂർത്തിയാകുന്ന ഈ ദിനത്തിൽ നാളെ 20-ാം തീയതി 21-ാം തീയതി ഒരു ദിവസം മാത്രമേ അവിടെ സൗദിയിൽ എന്തുള്ളൂ ഓഫ് ലീവ് പിന്നെ വർക്കിൻ്റെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ദിവസം കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ 5-10 ദിവസം കാത്ത് നിൽക്കേണ്ടി വരുന്നുള്ളൊരു പ്രയാസത്തിലാണ് നമുക്കുള്ളത്. കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള അവരുടെ കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും കാത്തിരിപ്പാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് അതിനെ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ വരവിനേക്ക് എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? അവർക്ക് എങ്ങനെയെങ്കിലും റഹീം ഇവിടെ എത്തിച്ചേരുക എന്നുള്ള, റഹീം എത്തിയാലേ ഞങ്ങൾക്ക് ആ ബാക്കിയുള്ള ഫണ്ടൊക്കെ എന്തൊക്കെ ചെയ്യാൻ വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞങ്ങളുള്ളത്. എന്തായാലും ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നു എന്ന് അറിയുന്നത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ ഇനി ബാക്കി നടപടികൾ എന്താണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതങ്ങ് പൂർണ്ണമാകും. അദ്ദേഹത്തിനെ എത്ര അടുത്ത് തന്നെ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഞങ്ങൾ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ പറയുക, ഇത് കുട്ടി നമ്മളെ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മളതിനെ ആഘോഷിക്കല്ല. എന്നാൽ ഇവിടെയുള്ള ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 2006-ലാണ് അബ്ദുൾ റഹീം ഡ്രൈവർ ജോലിക്കായി റിയാദിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കുകയും അങ്ങനെ ഒരു ബാലൻ മരിക്കുകയും തുടർന്ന് ജയിലിലാവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലം ജയിലിലായിരുന്നു. അതിനിടയിൽ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ നടന്നു. അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചായിരുന്നു. പിന്നീട് വധശിക്ഷ റദ്ദാക്കുന്നു. അതിനുശേഷം ദിയാദനം നൽകുന്നു. ശിക്ഷാ കാലാവധിയിൽ ഇളവ് വരുന്നു. അങ്ങനെ 20 വർഷത്തെ ശിക്ഷ പൂർത്തിയാവുകയാണ്. പറഞ്ഞതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാകും. അതിനുശേഷം തുടർ നിയമ നടപടികൾക്ക് ശേഷം ഏറ്റവും അടുത്ത ദിവസത്തിൽ തന്നെ അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. നിതീഷിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.